നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നതായി നിയുക്ത MLA UR പ്രദീപ്. ചേലക്കരയിൽ BJPക്ക് വോട്ട് കൂടിയത് പരിശോധിക്കുമെന്നും UR പ്രദീപ്. ചൊക്കന മുപ്ലി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിക്കുന്നു. റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ നശിപ്പിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി റബ്ബർ കർഷകർ. ദേശീയപാത മരത്താക്കരയിൽ കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. അസം സ്വദേശിയാണ് മരിച്ചത്. അപകടത്തിനിടയാക്കിയ കാറും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് തീവില. സവാള, വെളുത്തുള്ളി, തക്കാളി എന്നിവയടക്കമുള്ളവയ്ക്കാണ് വില ഉയർന്നത്. തമിഴ്നാട്ടിലെ തുടർച്ചയായ മഴയാണ് വില ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ. നവീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ പുല്ലാനിക്കാട് മംഗലം പുന്നമ്പറമ്പ് റോഡ്. അധികൃതരുടെ നിസ്സംഗതയാണ് കാരണമെന്ന് പരാതി. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് K. സുരേന്ദ്രൻ. ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു. BJP നേതൃയോഗം നാളെ. അതിരപ്പിള്ളി കണ്ണൻകുഴിയിൽ ചെത്തുതൊഴിലാളി തെങ്ങിൽ നിന്നും വീണ് മരിച്ചു. കുറ്റിച്ചിറ കുണ്ടുകുഴിപ്പാടം കാടുകുറ്റി വീട്ടിൽ 51 വയസ്സുള്ള KR ഷാജുവാണ് മരിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ചേലക്കരയിൽ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടന്നു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് K. ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. PDP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് PDP സംസ്ഥാന വൈസ് ചെയർമാൻ TA മുഹമ്മദ് ബിലാൽ ഉദ്ഘാടനം ചെയ്തു. ചളിങ്ങാട് നടന്ന ചടങ്ങിൽ PDP മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് ചന്ദ്രൻ നന്ദിലത്തിനെ ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് S. അജി, കൌൺസിലർ ആൻസി ജേക്കബ്, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ബെഫി 15ാം ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. A. അജയൻ നഗറിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ സോൺ കമ്മിറ്റി മാനവ സഞ്ചാരം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി K. റഷീദ് നരിക്കോട്, സംസ്ഥാന സമിതി അംഗങ്ങളായ പറവൂർ കുഞ്ഞുമുഹമ്മദ് സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഴ്ച പരിമിതർക്ക് അക്ഷരങ്ങളെ തൊട്ടറിയാൻ ജില്ലാ സാക്ഷരതാ മിഷൻ സംസ്ഥാനത്ത് ആദ്യമായി ദീപ്തി ബ്രെയിലി പദ്ധതിക്ക് തുടക്കമായി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാഴ്ച പരിമിതരുള്ള വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് നിർധനരായ കുടുംബങ്ങൾക്കുള്ള അരിയും ധനസഹായവും വിതരണം ചെയ്തു. വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി അരി വിതരണവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ധനസഹായ വിതരണവും നിർവഹിച്ചു. മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യം വെച്ച് E.T. ടൈസൺ MLA നയിക്കുന്ന അക്ഷര കൈരളി സുമേധയുടെ എൻട്രൻസ് കോർണർ ഓറിയന്റേഷൻ പ്രോഗ്രാം മതിലകം OLF സ്കൂളിൽ സംഘടിപ്പിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് പുളിഞ്ചോട് റെഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഞ്ഞളപ്പള്ളി ശിശുവിദ്യാ പോഷിണി LP സ്കൂളിൽ നടന്ന ക്യാമ്പ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹഫ്സൽ ഉദ്ഘാടനം ചെയ്തു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സിജു പുളിക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാനതല വിദ്യാഭ്യാസ ജാഥ നാളെയും മറ്റന്നാളും ജില്ലയിൽ പര്യടനം നടത്തും. 26 കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തുക. പയ്യന്നൂരിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ ചാലക്കുടിയിൽ സമാപിക്കും. തന്നെ കള്ളക്കേസിൽ കുടുക്കിയ DYSP VK രാജുവിനെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും നീക്കം ചെയ്ത് കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് KPCC മുൻ സെക്രട്ടറി MR രാമദാസ്. ഇക്കാര്യം ഉന്നയിച്ച് കളക്ടറേറ്റിന് മുന്നിൽ ബുധനാഴ്ച ധർണ നടത്തുമെന്ന് MR രാമദാസ്. ദേശീയപാതയുടെ മറവിൽ ആൽത്തറ മുല്ലപ്പിള്ളിക്കുന്നിൽ രേഖകളില്ലാതെ മണ്ണ് കടത്തിക്കൊണ്ടുപോയ ടോറസ് ലോറികൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. മുല്ലപ്പിള്ളി കുന്നിടിച്ച് മണ്ണെടുക്കരുതെന്ന നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ പ്രത്യേക കോടതി വിധിയുമായാണ് അധികൃതർ വെള്ളിയാഴ്ച മുതൽ മണ്ണെടുക്കാൻ ആരംഭിച്ചത്.
AITUC കയ്പമംഗലം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് KC ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. മതിലകത്ത് മലമ്പാമ്പിനെ പിടികൂടി. മതിലകം കിഴക്കുപുറം ചെമ്പന വീട്ടിൽ സുദർശന്റെ വീട്ടുപരിസരത്ത് നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. പുന്നക്ക ബസാർ തണൽ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എറണാകുളം പാലിയേറ്റീവ് കെയർ ജനറൽ സെക്രട്ടറി KK ബഷീർ ക്ലാസ് നയിച്ചു. പട്ടിക്കാട് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ആംബുലൻസിന്റെ ചില്ല് തകർത്തതായി പരാതി. പട്ടിക്കാട് സ്വദേശി സ്റ്റെഫിൻ ആന്റോയുടെ ഉടമസ്ഥതയിലുള്ള ഈസി കെയർ ആംബുലൻസിന്റെ ഗ്ലാസാണ് തകർത്തത്. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ആന്റോ സേവിയർ ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രശസ്ത സംഗീതജ്ഞൻ മണ്ണൂർ MP രാജകുമാരനുണ്ണി അർഹനായി. പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും 10,000 രൂപയും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ 11-ന് ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ISRO ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണൻ സമ്മാനിക്കും. ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാവ് കണ്ണൻ സ്വാമി അനുസ്മരണം നാളെ നടക്കും. വൈകിട്ട് 4-ന് പാറമേക്കാവ് അഗ്രശാലയിൽ നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318D ക്ലോത്ത് ബാങ്ക് പ്രൊജക്ടിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. പൂങ്കുന്നം ലയൺസ് ക്ലബ് മെമ്പർമാരിൽ നിന്നും സ്വീകരിച്ച വസ്ത്രങ്ങളാണ് ക്ലബ് പ്രസിഡന്റ് രാജലക്ഷ്മി സോമകുമാർ ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്തിന് കൈമാറിയത്. വരന്തരപ്പിള്ളിയിൽ പാലം പണിയുടെ പേരിൽ വീടിന് മുന്നിൽ കിടങ്ങ് നിർമ്മിച്ച സംഭവത്തിൽ പരാതിക്കാരന് വീട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, സ്പെഷ്യൽ തഹസിൽദാർ, PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരെ പ്രതി ചേർത്ത വരന്തരപ്പിള്ളി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വലിയകത്ത് ഹനീഫ സമർപ്പിച്ച റിട്ട് പെറ്റീഷനിലാണ് ഹൈക്കോടതി വിധി. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി കുഴൂർ പഞ്ചായത്തിൽ ചേർന്ന കുട്ടികളുടെ ഹരിതസഭ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷയായി. ഗുരുവായൂർ പാലുവായി സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ ഉപജില്ലാതല ശാസ്ത്ര പ്രവൃത്തി പരിചയ കലാകായിക മേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷെഫീർ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് യങ്സ്റ്റേഴ്സ് ക്ലബ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളംബ്രത്ത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പാലിയേക്കര ടോൾ കരാറുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന ആർബിട്രേഷൻ ട്രിബ്യൂണലിലെ കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായ നടപടി ടോൾ കരാർ കമ്പനിയെ സഹായിക്കാനാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ട്രിബ്യൂണൽ നടപടിയിൽ സർക്കാരിനെ കക്ഷി ചേർക്കാൻ 2022-ൽ ട്രിബ്യൂണൽ ഉത്തരവ് നൽകിയിരുന്നു. ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ റിട്ട് ഹർജിയിലെ ഉത്തരവ് പ്രകാരമാണ് കരാർ റദ്ദാക്കിയതെന്ന് തനിക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ വ്യക്തമാകുന്നതായി ജോസഫ് ടാജറ്റ്. CPM മറ്റത്തൂർ ലോക്കൽ സമ്മേളനം വാസപുരത്ത് ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ 100ാം വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ മിശിഹായുടെ രാജത്വ തിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, പ്രിൻസിപ്പൽ AJ ജെയ്സൺ, സിസ്റ്റർ ലിറ്റി ജോസഫ്, ബ്രദർ അഖിൽ എന്നിവർ നേതൃത്വം നൽകി. ആമ്പക്കാട് പള്ളിപ്പെരുന്നാളിനിടെ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി യുവാവിന്റെ നൃത്തം. സംഭവവുമായി ബന്ധപ്പെട്ട 4 പേരെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.